രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അതാണ്ട് മുറ്റത്തൊരു മൈന നോക്കിയപ്പോൾ ആരാ നമ്മുടെ പിള്ളേരുടെ അപ്പനാട്ടോ. രാവിലെ ഇങ്ങ് പോന്നേക്കുക. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുക, എന്തെങ്കിലും കിട്ടുമെന്ന് അവനറിയാം, അതാണ് അവിടെ നിൽക്കുന്നത്. ഞാനപ്പോൾ അവനോട് ഒന്നും രണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ പരിഭവവും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കൊള്ളാം. അവസാനം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ അകത്തുനിന്ന് അവളുമാരുടെ ഇച്ചിരി ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതെടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു. അവനത് കഴിച്ചിട്ട് അവൻ്റെ പാട്ടിന് പോയി കേട്ടോ. ഇതൊക്കെ അവൻ്റെ വെറും നമ്പറാണ്. അവസാനം പിന്നെ ഞാനും അമ്മയും കൂടെ കോട്ടയം വരെ പോയിരുന്നു കേട്ടോ. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മൊബൈൽ ഷോപ്പിൽ കയറി കേട്ടോ. കവർ തപ്പി കയറിയതാണ്, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കോട്ടയത്തെ നമ്മുടെ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 3 മണി തൊട്ടേ ഉള്ളെന്ന്. അങ്ങനെ പിന്നെ അവിടെ നേരെ തിരിച്ച് കൊടുങ്ങൂര് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള ഷോപ്പിൽ കയറി കേട്ടോ. പെണ്ണിനൊരു ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്. അവിടെ ചെന്നപ്പോഴാണ് വീട്ടിലെടുത്ത ഡ്രസ്സിനെല്ലാം നല്ല വിലക്കുറവായിരുന്നു കേട്ടോ. ഞാൻ ആ കാഞ്ഞിരപ്പള്ളി പോയപ്പോഴത്തേക്ക് 49 തൊട്ടായിരുന്നു സ്റ്റാർട്ടിങ്, ഇവിടെ 19 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പിടിപ്പിച്ചു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ അറിയാമല്ലോ, ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് കേക്ക് തന്നെയായിരിക്കും 4 മണിക്ക് കാപ്പി. അപ്പോൾ ബൈ.